പാലക്കാട് സ്വദേശിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായ അതിജീവിത പ്രതി ദിൽഷാദ് അഹമ്മദിന് നിരവധി പെൺകുട്ടികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതിജീവിത 24 പറഞ്ഞു. മറ്റൊരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ കാര്യം അവർ തന്നെ വിളിച്ചറിയിച്ചിരുന്നെന്നും അതിജീവിത വെളിപ്പെടുത്തി. കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി സംസാരിച്ചെന്നും പറയുകയാണ് പെൺകുട്ടി. ഈ ദിൽഷാദ് അഹമ്മദായിട്ട് എന്റെ എൻഗേജ്മെന്റ് നവംബർ 17 കഴിഞ്ഞതാണ് 2024. അപ്പോൾ എൻഗേജ്മെന്റിന് ശേഷം എന്നോട് പറഞ്ഞു, അങ്ങനെ ഞാൻ ഈ ഫീൽഡല്ലേ, ഇങ്ങനെ പഠിക്കാം എന്ന് പറഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ കോഴിക്കോട്ടിലോട്ട് വിളിച്ച് അങ്ങനെ ഉമ്മാനോടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആള് ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാനാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചത് കൊണ്ട് എനിക്ക് ആരോടും പറയാൻ പേടിയായിട്ട് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. അതിനുശേഷം ആണ് ഞാൻ ഒരു ഫ്രണ്ട് വഴി ഈ പയ്യൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഒരു പെൺകുട്ടീനെ പ്രഗ്നന്റ് ആക്കിയിട്ടുണ്ടെന്നും മറ്റു പല ഗേൾസായിട്ട് റിലേഷൻഷിപ്പിലാണെന്നുള്ളതൊക്കെ ഞാൻ അറിയുന്നത്. അങ്ങനെ വീട്ടുകാരെല്ലാവരും ഇടപെട്ട് പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ എല്ലാവരും കൂടെ ഇത് സോൾവ് ചെയ്തു. ഇങ്ങനെയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ മൊഴിയണ്ടെന്നുള്ള രീതിക്ക് സംസാരിച്ചത് സോൾവ് ചെയ്ത് അപ്പോൾ ആള് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കോഴ്സ് പോസ്റ്റ് ചെയ്ത് തിരിച്ച് നാട്ടിലോട്ടും പോയി. അതിനുശേഷം രാത്രിയൊക്കെ ഇങ്ങനെ ആള് മദ്യപിച്ചിട്ടൊക്കെ വിളിച്ച് സംസാരിച്ച് എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. നിഖിൽ പ്രമേഷാണ് ആ വാർത്തകൾ ഒരുമിച്ചത്. നിഖിൽ, അപ്പോൾ ഈ ദിൽഷാദിനെതിരെ കൂടുതൽ പരാതികൾ അയാൾ പ്രതീക്ഷിക്കണം? തീർച്ചയായിട്ടും അശ്മി, ഈ മൂഴിക്കൽ സ്വദേശിയായിട്ടുള്ള ദിൽഷാദ് അഹമ്മദ് ഇയാള് ഈ പെൺകുട്ടിയെ മാട്രിമോണി വഴിയാണ് പരിചയപ്പെട്ടത്. പാലക്കാട് സ്വദേശിനിയായിട്ടുള്ള 22-കാരിയായ പെൺകുട്ടിയെ മാട്രിമോണി വഴിയാണ് പരിചയപ്പെട്ടത്. തുടർന്ന് വിവാഹത്തിന്റെ എൻഗേജ്മെന്റ് കഴിയുന്നു. അതിനുശേഷമാണ് കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തുകയും അവിടുത്തെ ഫ്ളാറ്റിൽ വെച്ച് ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. വിവാഹം ഉറപ്പിച്ചതുകൊണ്ട് തന്നെ പെൺകുട്ടി വീട്ടിൽ ഇക്കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ അതിനുശേഷമാണ് ഇയാളുടെ സ്വഭാവം മാറുന്നതായി പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇയാൾക്കൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ ഇയാൾ മുൻപ് ഗർഭിണിയാക്കിയിട്ടുണ്ടെന്നും അവരുമായി ബന്ധമുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കുന്നു. ഇതിനുശേഷം മറ്റ് പല പെൺകുട്ടികളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ പെൺകുട്ടി മനസ്സിലാക്കുകയാണ്. ഈ കാര്യമൊക്കെ ചോദിച്ച സമയത്ത് പണം നൽകി ഈ കാര്യം ഒത്തുതീർപ്പാക്കാം, വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് യുവാവ് നിലപാടെടുക്കുകയായിരുന്നു. അതിനു പിന്നാലെ ഈ പെൺകുട്ടി കോങ്ങാട് പോലീസിൽ പരാതി നൽകി. പിന്നീട് ഈ യുവാവിന്റെ സ്വദേശം കോഴിക്കോടാണ് എന്നുള്ളതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ സ്റ്റേഷനിൽ വെച്ചും തനിക്കുണ്ടായത് മോശം അനുഭവമാണ് എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. തന്റെ ഭാഗത്തെന്തോ തെറ്റുണ്ട് എന്നുള്ള പോലെ, തെറ്റുണ്ടായി എന്നുള്ള പോലെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നോട് ഇടപെട്ടത് എന്നും ഈ അതിജീവിത പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. പെൺകുട്ടി ഒരുപക്ഷെ നമ്മളോട് നേരിൽ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറാകാതിരുന്നത് തനിക്ക് ഭയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഒരുപാട് പേർ ഒരുപക്ഷെ ഇയാളുടെ കെണിയിലായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ്, അവർക്കുള്ളൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് താൻ ഈ ടെലിഫോണിലൂടെയെങ്കിലും നമ്മളോട് സംസാരിക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. എന്തായാലും ദിൽഷാദ് അഹമ്മദിനെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ പേർ ഒരുപക്ഷെ പരാതിയുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് യഥാർത്ഥമാണെങ്കിൽ കൂടുതൽ പരാതികൾ ഈ ദിൽഷാദ് അഹമ്മദ് ഇതിൻ്റെ സ്ഥിരം പണിയാണ് എന്നാണ് ഈ പെൺകുട്ടി ഇത് പറയുന്നത്. ദിൽഷാദ് ഇതിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ